ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമ്മീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് എൻ്റെ മാതാശ്രീയും നമ്മുടെ ഇച്ചുവും യൂസ് ചെയ്യുന്ന റൂമാണ്. ഇത് സാമാന്യം നല്ല രീതിയിൽ കച്ചറയായിട്ട് സാധനങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാതെ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് വാരി വലിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഇതിനുള്ളിലെ സാധനങ്ങളെല്ലാം പുറത്ത് ഹാളിലേക്ക് മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് കാലിയാക്കിയതിന് ശേഷം, എന്ന് വെച്ചാൽ ഫർണിച്ചേഴ്സ് അല്ല, സാധനങ്ങളൊക്കെ ഒന്ന് കാലിയാക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് റീഅറേഞ്ച് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റാൻഡിൽ കിടന്ന ക്ലോത്തും അതും എല്ലാം സാധനങ്ങളെടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇച്ചുവിൻ്റെ ഈ ഒരു സ്റ്റഡി ടേബിൾ നിറയെ സാധനങ്ങളാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനൊരു വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ആദ്യം വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ആദ്യം മാവേലെറിഞ്ഞ കല്ല്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പല്ല് തേച്ച ബ്രഷ്, ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എന്നുള്ള രീതിയിലാണ് ഇച്ചുവിൻ്റെ ഒരു ഈ പറയുന്ന സ്റ്റഡി ടേബിൾ ഇരിക്കുന്നത്. പുറത്ത് കിടക്കുന്ന മെറ്റിൽ വരെ കൊണ്ടുവന്ന് ഡെക്കറേഷൻ ആണെന്നും പറഞ്ഞ് നിരത്തി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു. ഇനി അലമാരയുടെ മേളിലും കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്ത സാധനങ്ങൾ നമുക്ക് കളയാൻ ഒരു മടിയുണ്ട്. ഇനി എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനെ ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആക്കി, ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കി വെക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇത് പിന്നെ എപ്പോഴേലും യൂസ് ആവും എന്നുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കും. കണ്ടോ, ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് ഹോളിൽ ഡംപാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുറി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, സാധനങ്ങളെല്ലാം ഞാൻ പുറത്താക്കി. അപ്പോൾ ഇനി എല്ലാ സ്ഥലങ്ങളും വിൻഡോ മുതൽ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ആദ്യം ഞാൻ വിൻഡോ ആണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്. വിൻഡോയിലെ പൊടിയെല്ലാം തൂത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഫ്ലോർ തൂത്തോണ്ടിരിക്കുന്നത്. ഇനി കട്ടിലിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ, കളിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫാന്, പിന്നെ മേളിലത്തെ ചുക്കിലി, അല്ലെങ്കിൽ വിൻഡോയിലെ പൊടികളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലോർ ക്ലീൻ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലോറെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ വിൻഡോയിലെ പൊടിയെല്ലാം തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അലമാരയും വിൻഡോയും ഇച്ചുവിൻ്റെ ക്യാബിനറ്റ്സും എല്ലാം തുടച്ച് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. അതിനുശേഷം ഞാൻ തറയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. തറ തുടയ്ക്കലൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ക്ലീനിങ് പരിപാടികൾ മൊത്തമായിട്ട് കഴിയും. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കർട്ടൻസ് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കർട്ടൻസ് ആണ്. നല്ല അടിപൊളി കോട്ടൺ കർട്ടൻസ് ആണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ പിക്ചർ, അതിനകത്തെ ഡിസൈൻസ് കാണാനും കളർ കാണാനും നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കർട്ടൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ ഇച്ചു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സാധനങ്ങൾ പുറത്തേക്ക് മാറ്റാനാണെങ്കിലും, കർട്ടൻസ് ഇടാനാണെങ്കിലും, ബെഡ്ഷീറ്റ്സ് ഇടാനാണെങ്കിലും എല്ലാത്തിനും അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ റൂം അറേഞ്ച് ചെയ്യുവാണെങ്കിൽ പോലും അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ താങ്ക്സ് പറയുന്നുണ്ട് ആ കാര്യത്തിൽ. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് പരിപാടിയും അറേഞ്ചിങ് പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തിട്ടിരിക്കുന്ന സാധനങ്ങൾ തിരിച്ചെടുത്ത് കൊണ്ട് വെക്കുന്ന ഒരു പരിപാടിയാണ് ബാക്കിയുള്ളത്. അതാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ കൊണ്ട് വെച്ചതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ട് വെക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചു കൊണ്ട് വെക്കുന്നുള്ളൂ. അത്യാവശ്യമുള്ള സാധനങ്ങളും ഇച്ചുവിൻ്റെ ബുക്സുകളും അങ്ങനെയുള്ള സാധനം മാത്രം. അല്ലാതെ നമ്മൾ അലമാരയുടെ മേളിൽ നിന്ന് മാറ്റിയ കുറേ പഴയ ബാഗുകളും മറ്റുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുവാണ്. ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു ഡേയിലെ വർക്കാണ് നിങ്ങൾ ഈ 4 മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.